ഇവിടെ പിന്നെ അൻവറിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന സുഹൃത്ത് പറഞ്ഞത് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് UDF-നോടും ചേരാനായിരുന്നു താല്പര്യം, ഒന്നിച്ചു നിന്നെങ്കിൽ നമുക്ക് ഏകദേശം 40,000-40,000 വോട്ടിന് ജയിക്കാമായിരുന്നു എന്നാണ്. നോക്കൂ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ശ്രീ അൻവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണ്? അൻവർ ആദ്യം പറഞ്ഞതെന്താണ്? UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ അൻവർ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ആര്യാടൻ ഷൗക്കത്തിനെതിരായി വളരെ നിശിതമായ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ പിറ്റേന്ന് രാവിലെ UDF-മായി സഹകരിപ്പിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ സഹകരിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ എന്താവും പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം? സഹകരിപ്പിച്ചില്ല. അങ്ങനെ സഹകരിപ്പിക്കുക അസാധ്യമാണല്ലോ. ഒരു മുന്നണിക്ക് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ആ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തെറി വിളിക്കും. പക്ഷേ ആ മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവിടെ സ്വാഭാവികമായും ഡയലോഗുകൾ നടന്നിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ വാദം അദ്ദേഹം മുന്നോട്ട് വെച്ച ആ വാദം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മിനിമം ഡിമാൻഡല്ലേ? ഒരു ഘട്ടത്തിലും അദ്ദേഹം അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്നിച്ചു പോകാൻ കഴിയുക? അത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡല്ലേ കാണിക്കുന്നത്? പിന്നീട് ഞാൻ ഏറ്റവും അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മലക്കമറിച്ചുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു പിന്നെ എന്താ പറയുന്നത്, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നിലപാടില്ലായ്മ പലപ്പോഴും പല കാര്യങ്ങൾ കണ്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ എന്നെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ എന്നെ പിന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം, അല്ലെങ്കിൽ എന്നെ വനംവകുപ്പ് മന്ത്രിയാക്കണം എന്നൊക്കെ പ്രഖ്യാപിക്കുക. എനിക്കെന്നെ വകുപ്പ് വേണമെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ PD സതീശൻ UDF-ൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുക. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളിനെ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മുന്നണി ഈ സംസ്ഥാനത്തുണ്ടോ? ആർക്കും കഴിയില്ല. അപ്പോൾ നിലപാടൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരെടുക്കുന്ന നിലപാടുകൾ, അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ശ്രീ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തിരുത്താതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം പുറത്തു തന്നെ നിൽക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അത്രയും മാത്രമേ അതിന് പറയാനുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ BJP പ്രതിനിധിക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 11% വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. അൻവർ പിടിക്കുന്നതിൽ ആനുപാതികമായ കുറവ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അത് BJP-ക്കും ഒരു ചെറിയ ശതമാനം കുറവ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കും ഒരു ചെറിയ ശതമാനം കുറവ് വന്നിട്ടുണ്ട്. പിന്നെ LDF-നാണ് വലിയ കുറവ് വന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതിനെ സംബന്ധിച്ച് ഇടതുപക്ഷവും അതുപോലെ BJP-യും ഒക്കെ പറഞ്ഞു. BJP-യുടെ അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷത്തിനെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ഒരു മുന്നണിയുടെ പിന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണല്ലോ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. എത്രയോ തവണ LDF-ന് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് എന്താ പറയുന്നത്, അപ്പോഴൊക്കെ അവർ പിന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസികൾ, മതേതരവാദികൾ, UDF-നോടൊപ്പം ചേരുമ്പോൾ മാത്രം അവരെല്ലാം വലിയ കുഴപ്പക്കാരാണ്. ആ അഭ്യാസം ഒന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പെടുത്തേണ്ടതില്ല. അത് കൈ വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ എല്ലാം മതേതര കക്ഷികൾ, ജനാധിപത്യവാദികൾ, അപ്പുറത്ത് പോയ വർഗീയവാദികൾ, അത് 8 ആഴ്ച കൈ വെച്ചിരുന്നാൽ മതി. അതിനപ്പുറത്തേക്ക് ഇവിടെ ഞാൻ ചില പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നേ. ആ സാംസ്കാരിക നായകന്മാർ എന്നെ കാലെ തൂക്കി നിലത്തടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നടക്കട്ടെന്നേ. ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകരായ ചില സാംസ്കാരിക നായകന്മാർ, എനിക്ക് അവിടെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിന് വോട്ട് ചെയ്തേനെ. അങ്ങ് പ്രഖ്യാപനോട്ട് ഇറങ്ങല്ലേ? എന്നിട്ട് എന്താ ഇപ്പോ? അങ്ങനെയുള്ളവരെ വിമർശിക്കുക തന്നെ ചെയ്യും. അവർ ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകാർ തന്നെയാണ്. അതിന്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി ഇടതുപക്ഷക്കാരായ സാംസ്കാരിക നായകർ അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ആവശ്യപ്പെടുന്നതായി കണ്ടപ്പോൾ ഇപ്പൊ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ അവിടെ ആര്യാടന് വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. കൽപ്പറ്റ നാരായണൻ, അതുപോലെ തന്നെ KGS, ജയദേവിക, അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പൊ കോൺഗ്രസുകാരായ അല്ലെങ്കിൽ നിങ്ങളോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ ആര്യാടന് വേണ്ടി വോട്ട് പിടിക്കട്ടെ, അപ്പുറത്തുള്ള ആളുകൾ അവർക്കും വേണ്ടി വോട്ട് പിടിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വിമർശിക്കുകയും ചെയ്യും. വിമർശിക്കുമ്പോൾ പിന്നെ വേദനിച്ചിട്ടും കാര്യമില്ല. വിമർശിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? അവരൊക്കെ പറഞ്ഞിട്ട് പോലും ഇത്രയും വലിയ കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വലിയ പിന്നെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടും M സ്വരാജ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം 118 വോട്ടിന്റെ ലീഡ് മേടിച്ചൊഴിച്ചാൽ ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പുറകെ പോയില്ലേ? അദ്ദേഹം ജനിച്ച ബൂത്തിൽ പുറകെ പോയില്ലേ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പുറകെ പോയില്ലേ? അതിനപ്പുറം എന്താ വേണ്ടത്? ഓ പറയുന്നതാ, ഞങ്ങളൊരു പരീക്ഷണം നടത്തിയപ്പോൾ മാത്രമാണ് 2 തവണ ജയിച്ചതെന്നാണ്. ഞാൻ അതിനൊറ്റ മറുപടി പറഞ്ഞോട്ടെ അഭിലാഷേ. നിങ്ങൾ പരീക്ഷണം നടത്തിയതാണെങ്കിൽ ഞാൻ വീണ്ടും കണക്കിലേക്ക് തന്നെ പോവുക. 2011 LDF-ന് 44.5% വോട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരീക്ഷണം നടത്തിയ ഒരു പിന്നെ UDF-കാരനായ ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്ന് നിങ്ങൾ കൂടെ കൂട്ടി.
നിങ്ങൾക്ക് കൂടി എത്ര ശതമാനം വോട്ടാ? 3%, 47% മാറി അല്ലേ? അദ്ദേഹം പോയപ്പോൾ എത്ര ശതമാനം വോട്ടാണ് കൊണ്ടുപോയത്? 11%, അല്ലേ? അധികമായി 8% കൊണ്ടുപോയത് ആരുടെ വോട്ടാണ്? അതുകൂടെ പറയട്ടെ. ഞങ്ങളൊരു സ്വതന്ത്രനെ കൊണ്ടുവന്നു, അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ട് പോയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ 3% വന്ന പോയപ്പോൾ 15% കൊണ്ടുപോയെന്നേ. ഞങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? ഒറ്റ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പിന്നെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് മാത്രമേ അവരോട് പറയുന്നുള്ളൂ. തൃക്കാക്കരയിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ ജയിച്ചത് അവിടെ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടി വോട്ടിന്. ആരാ മത്സരിച്ചെന്ന് പറയേണ്ടതില്ലോ? ചാണ്ടി ഉമ്മനാണ്. താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, ചാണ്ടി ഉമ്മനാണ് മത്സരിച്ചത്. 4 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. പാലക്കാട് 5 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അപ്പോഴൊക്കെ പറഞ്ഞെന്താ? സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാ. ഇപ്പോൾ LDFിന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ പറയുന്നു, പഴയ കാര്യങ്ങൾ പറഞ്ഞില്ല, ചേലക്കരയെ കുറിച്ച് പറയുന്നു. ചേലക്കരയിൽ എത്രയായിരുന്നു നിങ്ങളുടെ തുടക്കത്തിലെ ഭൂരിപക്ഷം 2021? ഇപ്പോൾ എത്രയോ വോട്ടിനാണ് നിങ്ങൾ ജയിച്ചത്? ചേലക്കരയിൽ 4-1 കുറച്ചില്ലേ? അത് കാണുന്നില്ലേ? അപ്പോൾ ജനങ്ങളുടെ വികാരം ഈ ഇടതുപക്ഷ സർക്കാരിനാണ് എന്ന് തെളിയിക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റുകൾ ഈ പറഞ്ഞ 4 വർഷത്തിനിടയിൽ 5 സ്ഥലത്തോ 6 സ്ഥലത്തോ ഉണ്ടായിട്ടും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്താ പറയേണ്ടത്? ശരി, അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, ഒറ്റ കാര്യം കൂടെ, പറഞ്ഞതിന് മാത്രമേ മറുപടി ഉള്ളൂ അഭിലാഷേ. പിന്നെന്താ പറഞ്ഞത്? കഴിഞ്ഞ സർക്കാർ 2016 ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് 98 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 99ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടുത്തെ സീറ്റ് കുറഞ്ഞു, ഇവിടുത്തെ വോട്ട് ഷെയർ കുറഞ്ഞു, നിലമ്പൂരിലെ വോട്ട് ഷെയർ കുറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എത്രയോ സീറ്റുകൾ തോൽക്കുകയും മറ്റു ചില സീറ്റുകൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി എന്താ സംഭവിച്ചതെന്നുള്ളതല്ലേ പ്രശ്നം? ഒരു സീറ്റിൽ 2016 ജയിച്ച അൻവറിനെ സംബന്ധിച്ച് 2017 വോട്ട് കുറഞ്ഞിട്ടുണ്ടാവാം. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ നിയോജകമണ്ഡലത്തിലെ മറ്റെന്തെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ ഭാഗമാകാം, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി നിങ്ങൾ 2 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജയിക്കുമ്പോഴും എത്രയോ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ആരെല്ലാം തോൽക്കുകയും ആരെല്ലാം ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സീറ്റിൻ്റെ പേഴ്സൻറ്റേജ് നോക്കി എന്നുള്ളതല്ല. ഇവിടെ ഞാൻ തുടർച്ചയായി പറയുന്നു, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചത് എത്ര ഇരട്ടി വോട്ടിനാണെന്ന് നോക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ ഇത് കുറയ്ക്കാൻ കഴിഞ്ഞത് എത്ര ശതമാനം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളൊരു സീറ്റ് പിടിച്ചെടുത്തതിലൂടെ ഞങ്ങൾ 2026 അധികാരത്തിലേക്ക് വരാനുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ ഞങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ മുമ്പിലൂടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2026 UDF വളരെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. ആ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ ഈ ചുമതലക്കാരൻ എന്ന നിലയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ പ്രവർത്തനം അദ്ദേഹമൊക്കെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം എല്ലാ ദിവസവും 1.5 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് 1.5 മണിക്കൂർ മടങ്ങിപ്പോയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഓരോ ചെറിയ കാര്യത്തിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള പ്രത്യേക താല്പര്യം, UDF ഒറ്റക്കെട്ടായിരുന്നുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിരുന്നുണ്ട്. കോൺഗ്രസ് എന്നോ UDFിലെ ഘടകകക്ഷികളൊന്നും ഇല്ലാതെ UDF എന്ന് പറയുന്ന ഒറ്റ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി വളരെ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് 100-ലധികം സീറ്റുകളുടെ പിൻബലത്തോടെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, ഓക്കെ.